ഇന്ന് കുന്നംകുളം കാവിലക്കാട് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ ഓടി. കെട്ടഴിച്ചു കൊണ്ടുപോകുന്ന വഴി ആന ഇടഞ്ഞത് കാണാൻ ആൾക്കൂട്ടം ഓടിയെത്തി. ഇവരെ പോലീസ് തുരത്തിയതിന് പിന്നാലെ തിരിഞ്ഞോടിയ ആൾക്കൂട്ടത്തെ കണ്ട് പറമ്പിലുണ്ടായിരുന്ന മറ്റൊരാന വിരണ്ടു. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ഗോകുൽ VS നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, എത്രയോ ആളുകൾ, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തെ ആളുകളൊക്കെ ഒത്തുചേരുന്ന ഒരു സമയമാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ ഈ രണ്ടാനകൾ ഇടഞ്ഞത്. ആർക്കെങ്കിലും പരിക്കുണ്ടോ? വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നോ ഇതിനെ വരുതിയിലാക്കുക എന്നത്? രണ്ട് തവണയാണ് ആന ഇടഞ്ഞത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ആയിരുന്നു ആന ആദ്യം ഇടഞ്ഞത്. പ്രാദേശിക കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുമ്പോൾ ആന ഇടയുകയായിരുന്നു. ഈ സമയത്ത് ആനപ്പുറത്ത് ഉണ്ടായിരുന്ന 4 പേർക്ക് ആദ്യം പരിക്കേറ്റു. ഇവർ താഴേക്ക് ചാടി ഇറങ്ങി. അതിലാണ് ഇവർക്ക് ചെറിയ പരിക്കേറ്റത്. പ്രദേശവാസികളായ രാജേഷ്, വിപിൻ, ഉണ്ണി, സുധീഷ് എന്നിവരാണ് ആനയുടെ പുറത്തുണ്ടായിരുന്നത്. ഇവർ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. അതിനുശേഷം ആനയെ തളയ്ക്കുകയും പിന്നീട് ഈ ആനയെ മാറ്റുന്ന സമയത്താണ് രണ്ടാമത് വീണ്ടും ഈ ആന ഇടയുകയും ഈ ഭാഗത്തേക്ക്, ഉത്സവം നടക്കുന്ന ഭാഗത്തേക്ക് തിരികെ വരികയുമായിരുന്നു. അത് കണ്ട് പേടിച്ചോടിയാണ് ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ 5 പേർക്ക് ചെറിയ പരിക്കുകൾ ഈ ഒരു ആന ഇടയുന്നതിനിടെ ഉണ്ടായി. പാറന്നൂർ സ്വദേശി 63 വയസ്സുള്ള മേരിക്കാണ് ഈ ഓടുന്നതിനിടെ, രണ്ടാമത്തെ ആന ഓടുന്നതിനിടയിൽ പരിക്കേറ്റത്. ഈ ഇത്തരത്തിൽ ഉത്സവം നടക്കുമ്പോൾ നല്ല വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ 2 തവണ ആന ഇടഞ്ഞുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതിനുശേഷം ആനയെ സുരക്ഷിതമായി മാറ്റുന്നതിനിടയിലാണ്, ആനയെ തളച്ചതിന് ശേഷം സുരക്ഷിതമായി മാറ്റുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ, രണ്ടാമത്തെ ഇടഞ്ഞപ്പോഴൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആനയെ വീണ്ടും തളയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ ഒരു ഉത്സവത്തിനിടെ 2 തവണ ആന ഇടഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരി, 2 തവണയാണ് ഈ ഉത്സവത്തിന് ഇന്ന് മാത്രം 2 തവണയാണ് ഈ ആന ഇടഞ്ഞത്. ഒരു സ്ത്രീക്ക് പരിക്കുണ്ട്.